പ്രതിഷേധം നടക്കുന്നു ഡൽഹിയിൽ RSS ശാഖയിൽ ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന് ആരോപിച്ച് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം. എന്നാൽ പ്രവർത്തകരെ റോഡിലേക്ക് ഇറങ്ങാൻ അനുവദിക്കാതെ പോലീസ് തടഞ്ഞുവെന്നാണ് അറിയുന്നത്. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? പൂർണ്ണമായും സമരക്കാരെ തടഞ്ഞോ പോലീസ്? ദിവിഷ്, പൂർണ്ണമായും പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്തായാലും ഇപ്പോൾ സമരം ഏകദേശം അതിന്റെ സമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഘട്ടമാണ്. കാരണം മുന്നോട്ട് നീങ്ങാനായിട്ട് പോലീസ് അനുവദിക്കുന്നില്ല. FIR ഇട്ട് കസ്റ്റഡിയിലെടുത്ത് നീക്കുമെന്നുള്ള കാര്യത്തിനാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പിരിഞ്ഞു പോയിട്ടില്ല പ്രതിഷേധക്കാർ. എന്തായാലും മലയാളിയായിട്ടുള്ള IT ജീവനക്കാരൻ അനന്തു അജി അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ഡൽഹിയിൽ സംഘടിപ്പിച്ചത്. പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന കാര്യങ്ങൾ RSSനെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണം. അതായത് FIR-ൽ അടക്കം RSSനെതിരെ പരാമർശം വേണം. ഇതിന് കാരണക്കാരായിട്ടുള്ളവരെ FIR-ൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യമാണ്. നിലവിലിട്ട FIR അത് BJPയും അതുപോലെ CPM-ഉം തമ്മിലുള്ള ഒത്തുകളുടെ ഭാഗമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ്. അതിനൊപ്പം രാജ്യത്ത്, കേരളത്തിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും RSS ശാഖകളിൽ സമാനമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെല്ലാം പലപ്പോഴുമായി മൂടി വെക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ്, ആരോപണം കൂടിയാണ് ഈ സമരക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണം. കേരളത്തിലെ സമൂഹം കൃത്യമായി അന്വേഷണം നടക്കണമെന്നുള്ള കാര്യം, കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരം, ഒരു പ്രതിഷേധ പരിപാടി ഡൽഹിയിൽ നടത്തിയത്. എന്തായാലും പോലീസ് ഇവരെ പ്രധാന പാതയിലേക്ക്, റോഡിലേക്ക് ഇറങ്ങാൻ അനുവദിച്ചിട്ടില്ല. അവിടെ ബാരിക്കേഡ് ഇട്ട് തടഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ വാഹനങ്ങളുണ്ട്. എന്തായാലും മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ കസ്റ്റഡി എടുത്ത് നീക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി.